പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണൂരിന്ന് ഞാൻ തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലിരിക്കുമ്പോൾ എന്നോടൊരാൾ വന്നിട്ട് ഇപ്പം എവിടെയാ അച്ഛൻ എന്ന് വെച്ചാൽ പണ്ട് എവിടെയാന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. എന്താ കണ്ണട്ടാ, കണ്ണൂരിൽ നിന്ന് ഒരു ദിവസം തൃശ്ശൂർ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇപ്പം ഏത് പള്ളിയിലാ അച്ഛൻ? അപ്പം ഞാൻ ചോദിച്ചു മാഷെന്നെ മറന്നു അറിയില്ലേ, നമ്മുടെ മാത്തൂട്ടി മാഷ് എന്നെ വന്ന് ചോദിക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ ബാലകൃഷ്ണ മാഷയുടെ അനിയനാണ്. അയ്യടാ കണ്ടാ ശരിക്കും എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനുണ്ട്, അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ ഇവിടെ പറയാം എന്നെ കണ്ടാ പള്ളിനച്ഛനെ പോലെ ഉണ്ടെന്ന്. ആ എന്നിട്ട് ഞാൻ അത് കയറി ഉടനെയാ ചോദിക്കണത് കണ്ണൂരിൽ നിന്ന്. ഞാൻ ഷൊർണൂർ എത്തുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരു കവിത എഴുതി കൊടുത്തു. മിസ്അണ്ടർസ്റ്റുഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി കൊടുത്തു മാഷ്ക്ക്. അതെൻ്റെ റിതം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ കവിതാ പുസ്തകത്തിലുണ്ട്. മിസ്അണ്ടർസ്റ്റുഡ് ഐഡന്റിറ്റി എന്നാണ് പേര് കൊടുത്തത്. അന്ന് എഴുതിയ കവിത. മാത്തോട്ടി മാഷാണ് കാരണം. എന്നെ പഠിപ്പിച്ച 3ാം ക്ലാസ്സിലെ മാഷാണ് നമ്മുടെ സ്കൂളിൽ. അയാൾ എന്നെ കണ്ടിട്ട് അച്ഛനാണ്. അപ്പോൾ പലപ്പോഴും ഈ പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അടുത്തുള്ള ആൾ ചോദിക്കും ഏത് പള്ളിയിലാണ്. കാരണം 2 ഭാഗത്തും ചിലപ്പോൾ പള്ളിയിൽ അച്ഛന്മാരായിരിക്കും. ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞാൻ താമസിക്കുന്നത് ചിലപ്പോൾ മഠത്തിലൊക്കെയാണ്. സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന സ്കൂൾസിലൊക്കെ പോയാൽ അവിടെ തന്നെ താമസിക്കുക, സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ചോറ് വിളമ്പി തരുന്ന ആൾ ചോദിക്കും അച്ഛന് മതിയോ? ഇതൊക്കെ പതിവാണ്.